വിളയുള്ള ജനങ്ങളെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമര ആഭാസമായിട്ട് മാത്രമാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ഇതിൻ്റെ എല്ലാ കമ്മിറ്റികളുടെയും ഉത്തരവാദിത്തമുള്ളത് സ്വാസംഘ ചെയർമാനാണ്. ഞാൻ അതിൻ്റെ ഒരു സബ് കമ്മിറ്റീൻ്റെ ചെയർമാനാണ്. എന്നെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്ര ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് എന്തെങ്കിലും ഒരു ഗൂഢലക്ഷ്യം അവരുടെ മനസ്സിലുണ്ട്. ആ ക്രമക്കേട് മൂടി വയ്ക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവർ എൻ്റെ പേര് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ എൻ്റെ പേരിൽ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ആണത്തമുള്ള CPM-ന്റെ നേതാക്കന്മാരാണെങ്കിൽ, പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരെ വെല്ലുവിളിക്കാൻ അവർക്ക് അത്തരം ഒരു കഴിവുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ. ഈ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഓറൽ ട്രോഫിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ക്രമക്കേടുകളിൽ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയ്ക്കോ അതിൻ്റെ ചെയർമാൻ എന്നുള്ള രീതിയിൽ എനിക്കോ അതിൽ യാതൊരു പങ്കുമില്ല. ഹൈസ്കൂൾ സെക്ഷനിലെ ഓറൽ ട്രോഫി നേടിയിട്ടുള്ളത് എടപ്പല ഹൈസ്കൂളാണ്. അത് KPSTA എന്ന് പറയുന്ന കോൺഗ്രസ് അനുകൂല സംഘടന അതിനോട് ബന്ധപ്പെട്ട് യാതൊരു ഇടപെടലുകളും നമ്മൾ നടത്തിയിട്ടില്ല. പിന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽപ്പെട്ട ചില അധ്യാപകർ ആണ് ഇതിൻ്റെ ആരോപണത്തിന് നേരിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ അന്വേഷണത്തിൽ കണ്ടിട്ടുള്ള ആ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ നിഗമനങ്ങളിൽ അത് കോൺഗ്രസ് അനുഭാവമുള്ള ഹയർ സെക്കൻഡറി അധ്യാപകരിലെ സംഘടനയിൽപ്പെട്ട ആളുകൾ ആരും തന്നെ അതിലില്ല. അപ്പോൾ ഇപ്പോൾ CPM നടത്തി വരുന്ന ഈ സമര ആഭാസം എന്നുള്ളത് അവർ വിളയൂരിലെ പല വിഷയങ്ങളിലും, പഞ്ചായത്തിനെതിരായി വരുന്ന പല വിഷയങ്ങളിലും വിളയൂരിലെ ജനങ്ങളെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമര ആഭാസമായിട്ട് മാത്രമാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അപ്പോൾ ആ സമരങ്ങൾ അത് എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതൊക്കെ നമുക്ക് ഭാവിയിൽ നമുക്ക് കാണാം. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഇത്തരത്തിലുള്ള പ്രവണത, ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഈ ക്രമക്കേട് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതിന് വേണ്ടി പ്രവർത്തിച്ച ആരായാലും ശരി, ഏത് അധ്യാപക സംഘടനയിലെ ആളായാലും ശരി, ഇല്ലാത്ത ആളുകളായാലും ശരി, കർശനമായ നടപടികൾ എടുക്കണം എന്ന് ഞങ്ങൾ നേരത്തെ AO എനിക്ക് നമ്മൾ നിർദ്ദേശം അഭിപ്രായം പെട്ടിട്ടുണ്ട്, എഴുതിക്കൊണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, നടപടി എടുക്കുമ്പോൾ ഭാവിയിലും അത്തരത്തിലുള്ള ശ്രമങ്ങൾ അധ്യാപകരുടെ ഇടയിൽ നിന്നോ മറ്റാളുകളുടെ ഇടയിൽ നിന്നോ ഉണ്ടാകാതിരിക്കണം. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ +2 വിഭാഗത്തിൽപ്പെട്ട ഹയർ സെക്കൻഡറി വിഭാഗത്തിൽപ്പെട്ട ഈ ഓറൽ ട്രോഫിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളതിൽ എനിക്ക് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ എൻ്റെ പേരിൽ ആരോപണം ഉന്നയിച്ച ആളുകൾ ഓർക്കണം. ആ സ്കൂളിൽ അതിൻ്റെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് മുഴുവൻ സമയ സ്വാഗത സംഘ ചെയർമാൻ എന്നുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബേബി ഗിരിജയാണ്. ഇതിൻ്റെ എല്ലാ കമ്മിറ്റികളുടെയും ഉത്തരവാദിത്തമുള്ളത് സ്വാഗത ചെയർമാനാണ്. ഞാൻ അതിൻ്റെ ഒരു സബ് കമ്മിറ്റീൻ്റെ ചെയർമാനാണ്. അപ്പോൾ എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അതിലേറെ ഉത്തരവാദിത്തം ആ സ്വാഗത ചെയർമാനാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. പിന്നെ ആ സ്കൂളിലെ PTA പ്രസിഡന്റ്, ഇതിൻ്റെ ഒക്കെ ആളിനാളായി നടക്കുന്നത് PTA പ്രസിഡന്റാണ്. PTA പ്രസിഡന്റ് എന്ന് പറയുന്നത് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി നേതാവാണ്. അതുപോലെ തന്നെ ബ്രാഞ്ച് സെക്രട്ടറി ഒക്കെ ആയിട്ടുള്ള സജീവമായിട്ടുള്ള CPM-ന്റെ പ്രവർത്തനമാണ്. അപ്പോൾ അങ്ങേർക്ക് ഇതിൽ റോളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ അതിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇതിൻ്റെ അക്കാഡമിക് ഈ കലോത്സവത്തിൻ്റെ കൺവീനർ എന്ന് പറയുന്നത് കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ആളല്ല. അതുപോലെ തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇതിൻ്റെ കലോത്സവത്തിൻ്റെ കൺവീനർ എന്ന് പറയുന്നത് അവിടെ നിഖിൽ എന്നൊരു മാഷാണ്. അവിടുത്തെ വിളയൂരിൽ അറിയപ്പെടുന്ന CPM നേതാവിൻ്റെ മകൻ കൂടിയാണ് നിഖിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സ്കൂളിനോട് എടപ്പല ഹൈസ്കൂൾ വിഭാഗത്തിലെയും +2 വിഭാഗത്തിലെയും സജീവമായി പങ്കാളിത്തം വഹിക്കുന്ന ആളുകളൊക്കെ CPM-ന്റെ ആളുകളാണ്. അതിൻ്റെ ഇടയിൽ ഒരു സബ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള രീതിയിൽ എന്നെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്ര ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് എന്തെങ്കിലും ഒരു ഗൂഢലക്ഷ്യം അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ ആരോപണം ഉണ്ടാക്കുമ്പോൾ തന്നെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള സമ്മർദ്ദതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്രമക്കേട് നടന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ക്രമക്കേട് മൂടി വയ്ക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവർ എൻ്റെ പേര് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ എൻ്റെ പേരിൽ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആരോപണം തെളിയിക്കാൻ CPM ബാധ്യസ്ഥരാണ്. വിളയൂരിലെ CPM അതിൽ ബാധ്യസ്ഥരാണ്. ആ ആരോപണം തെളിയിക്കാൻ അവർ വെല്ലുവിളിക്കുകയാണ്. അവരൊരു ആണത്തമുള്ള CPM-ന്റെ നേതാക്കന്മാരാണെങ്കിൽ, പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരെ വെല്ലുവിളിക്കാൻ അവർക്ക് അത്തരം ഒരു കഴിവുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ. കാരണം സർക്കാർ സംവിധാനമുണ്ട്, മറ്റെല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുന്ന പാർട്ടിയാണ് CPM. അപ്പോൾ CPM-നെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്, എന്തെങ്കിലും ഒരു തെളിവ് അത് ചെയർമാൻ എന്നുള്ള പ്രോഗ്രാം കമ്മിറ്റീൻ്റെ ചെയർമാൻ എന്നുള്ള രീതിയിൽ എനിക്കെതിരെയോ നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റീൻ്റെ അംഗങ്ങൾക്കെതിരെയോ എന്തെങ്കിലും ഒരു തെളിവ് അവർ കൊണ്ടുവരട്ടെ. അതിനുള്ള തൻ്റെ ഇടം അവർക്കുണ്ടെങ്കിൽ, ആർജവം ഉണ്ടെങ്കിൽ അവരെ തെളിയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം.